ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ 65 ഇതൊരു അടിപൊളി ഫ്രൈഡ് ചിക്കനാണ്. ചിക്കൻ 65 എന്ന പേര് വന്നതിനെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. അതിനു മുന്നേ ഈ റെസിപ്പി ഉണ്ടാക്കാൻ എന്തെല്ലാം വേണം, എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എല്ലോട് കൂടിയുള്ള 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനും ഉപയോഗിക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, 3 ടേബിൾ സ്പൂൺ തൈര്, റെഡ് ഫുഡ് കളർ എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാറ്റിവെക്കാം. ഫുഡ് കളർ ഓപ്ഷണലാണ്. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മസാലകളെല്ലാം ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലുകയുള്ളൂ. ചിക്കൻ 65ൻ്റെ പേരിന് പിന്നിലുള്ള ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ചെന്നൈയിലെ ബുഹാരി ഹോട്ടലിലാണ് 1965 ഈ വിഭവം ആദ്യം ഉണ്ടാക്കിയതെന്ന് കരുതപ്പെടുന്നു. കോഴിയിറച്ചി 65 കഷ്ണമാക്കുന്നത് കൊണ്ടാണ് ഈ പേരെന്നും 65 കൂട്ടുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്നും കഥകളുണ്ട്. ചിക്കൻ 65 കൂട്ടുകൾ മാരിനേറ്റ് ചെയ്യാൻ 65 ദിവസം ആണ് വേണ്ടത്. അതുകൊണ്ടാണ് ഈ പേര് എന്നും പറയപ്പെടുന്നു. 65 തരം മസാലകൾ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് മറ്റൊരു കഥ. 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഈ പൊടികളൊക്കെ തന്നെ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചൂടുള്ള എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. മറ്റൊരു കഥ അനുസരിച്ച് ഉത്തരേന്ത്യൻ പട്ടാളക്കാരാണ് ഈ വിഭവത്തിന് ചിക്കൻ 65 എന്ന പേര് നൽകിയത്. ചെന്നൈ ഹോട്ടലിലെ സ്ഥിരം സന്ദർശകരായിരുന്ന പട്ടാളക്കാർ തമിഴ് അറിയാത്തത് കൊണ്ട് മെനു കാർഡിലെ വിഭവങ്ങളുടെ നമ്പർ ആണത്രേ ഉപയോഗിച്ചിരുന്നത്. 65 എഴുതിയിരിക്കുന്നത് കൊണ്ട് ഈ വിഭവം ചിക്കൻ 65 ആയി. വറുത്തു കോരിയ ചിക്കൻ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. മറ്റൊരു പാത്രത്തിൽ നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് ആദ്യം വേണ്ടത് വറുത്തു കോരിയ എണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 3 വെളുത്തുള്ളി വട്ടത്തിൽ മുറിച്ചത്, 3 വറ്റൽമുളക് നെടുകെ മുറിച്ചത്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ഇട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് ഇളക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാലകളൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഈ ചേരുവകളെല്ലാം ചിക്കനിൽ മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ്. ഒരിക്കൽ രുചിച്ച് നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണിത്. മസാല എല്ലായിടത്തും കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
നെയ്ച്ചോറ്, ബിരിയാണി, പൊറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് റൈസ് എന്നിവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. പുറമേ ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമായ ചിക്കൻ 65 ട്രൈ ചെയ്ത് എല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.